അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? ഏഹ് ഇപ്പം ഇവിടെ നമ്മള് ഗേൾസ് മാത്രമേ ഉള്ളൂ, ടീനേജ് ആയിട്ടുള്ള ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാ ആളുകളും എന്ത് ചെയ്യാ, വീഡിയോ മോഡിൽ വരിക കേട്ടോ. പിന്നെ വീഡിയോ ഓൺ ആക്കാനും അതുപോലെ മൈക്ക് ഓൺ ആക്കാനൊന്നും ആർക്കും പറഞ്ഞു തരേണ്ടി വരൂല. കാര്യം നിങ്ങൾ ഒരുപാട് തവണ ഇപ്പം സൂം പ്ലാറ്റ്ഫോമിലൊക്കെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാനും അതുപോലെ മൈക്ക് ഓൺ ചെയ്യാനൊക്കെ അറിയുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാ, വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ. കാര്യം നമ്മളൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പോ ഒന്നും അല്ല, നമ്മളിവിടെ ഒരു ഇന്ററാക്ഷൻ ആണ്. പരസ്പരം ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സംസാരം. നമ്മളിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ സംസാരിക്കുക, ഒരു ഡിസ്കഷൻ എങ്ങനെയായിരിക്കും ആ രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെഷന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാ ആളുകളും വീഡിയോ മോഡിൽ തന്നെ വരിക. ഓക്കെ, നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ വീഡിയോ മോഡിൽ തന്നെ വരിക കേട്ടോ. എന്നാലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ വീഡിയോ മോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഒരു ടീൻസ് ക്ലബ്ബ്, ഒരു ടീനേജേഴ്സിന്റെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ വന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ, ഇങ്ങനെ ഒരു ക്ലബ്ബ് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് എല്ലാവർക്കും കൂടെ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറയാ, ഇത് എന്താ, നിങ്ങൾ സ്കൂളിൽ ഒരു ടീച്ചർ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയോ ഒന്നും അല്ല. നമ്മൾ സംസാരിക്കുന്നു ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. സോ അതിൽ തെറ്റ് ശരിയൊന്നും ഇല്ല. ഓക്കെ, ഈ ഒരു ടീൻസ് ക്ലബ്ബ് കൊണ്ട് എന്താണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ടീനേജേഴ്സിന്റെ ഒരു ഹബ്ബ്, ഒരു കമ്മ്യൂണിറ്റി, അതിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് വേണം, എന്തായിരിക്കണം അതെന്നാണ് നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ എന്താണ്? മാം, അതായത് നമ്മളെ ഈ കാലഘട്ടം നമുക്ക് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാമെന്നും പിന്നെ നമ്മളിപ്പോ പല ഇമോഷണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന കാലാണല്ലോ. അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ ഇമോഷൻസ് എങ്ങനെ പ്രോസസ് ചെയ്തിട്ട് നമ്മളെ സെൽഫിനെ തന്നെ എങ്ങനെ എംപവർ ചെയ്യാന്നുള്ള ഒരു കാര്യം മാം ഇതിലൂടെ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിലൂടെ ജോയിൻ ചെയ്തത്. താങ്ക് യു. ഇൻഷാല്ല നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു 1 ഇയർ ജേർണി എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വിസ്റ്റംസ്, അതുപോലെ ടെക്നിക്സ്, ടൂള്, അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സറണ്ടറിങ് മെന്റാലിറ്റിയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം ഇതിൽ കൊളാബ് ചെയ്തിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, അതായിരിക്കും ഈ ഒരു ടീംസ് ക്ലബിന്റെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 1 ഇയർ ജേർണി എന്ന് പറയുന്നത് പല കാര്യങ്ങളും സംസാരിച്ചിട്ടും നമ്മളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തിട്ടും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കൗമാരക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടും പരസ്പരം ഒരു നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. നിങ്ങൾ റെഡി അല്ലേ? അല്ലേ, റെഡി അല്ലേ എല്ലാരും? ഓക്കെ, അപ്പം ഫസ്റ്റ് ടൈമാണ് ഇപ്പോ നമ്മൾ ഈ ഒരു ഇതിന്റെ സിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഷെയ്മോ കുറച്ച് മടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ സാരല്ല, കുറച്ച് നമ്മൾ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് കണക്ട് ആയിരുന്ന സമയത്ത് നമുക്കൊരു വേറെ വൈബ്രേഷനിൽ ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. ഓക്കെ,
അപ്പൊ അതിന് വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണമാണ്. ഇപ്പം ഞാനൊക്കെ ആദ്യം ഫസ്റ്റ് ടൈം ഇതുപോലെ ക്ലാസ്സുകളിൽ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് വീഡിയോ മോഡ് ഓൺ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചമ്മലാണ്. കാര്യം നമ്മൾ വീഡിയോ മോഡ് ഓൺ ചെയ്താൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ കാണൂലേ, നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും ആളുകൾ കാണൂലേ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മടിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ പ്രോസസ്സിങ്ങിൽ നമ്മളുടെ ഫേസ് കാണിച്ചിട്ടിരിക്കുന്ന സമയത്ത് അത് എത്രത്തോളം നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്, അത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിപ്പോ വീഡിയോ മോഡിൽ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയും. ഇവിടെ 1-2 പേര് എന്തായാലും വീഡിയോ ഓൺ ചെയ്യുമെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ സംസാരിക്കും, നിങ്ങളിതിങ്ങനെ കേട്ടോണ്ടിരിക്കും. ക്ലാസ് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. പക്ഷെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾ ഈ ഒരു വീഡിയോ മോഡിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെയാണ് കാണുന്നത്, അല്ലെ? നിങ്ങൾ ഓരോരുത്തരും എന്നെ കാണുന്നതോടൊപ്പം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കാണുന്നത്. ആ സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആരെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടോ ചമ്മലൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ വേണം, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന സമയത്ത് അത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാട്ടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ അങ്ങനെ മനസ്സ് കാട്ടി നമ്മൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാട്ടോ, എല്ലാവർക്കും മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം. എന്തും പറയാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റോ അല്ലെങ്കിൽ അത് മോശമാവോ എന്നൊന്നും ചിന്തിക്കണ്ട. നിങ്ങളോട് ഞാൻ ഇപ്പൊ ഇവിടെ വേറെ കുറെ ആളുകൾ ഉണ്ടല്ലോ, അപ്പൊ അവര് കാണുമോ എന്നുള്ള ചമ്മലൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ പരസ്പരം അറിയുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അറിയാത്ത ആളുകളായിരിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് പറയാ. അത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് സംസാരം, അതുപോലെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെ വൈബ്രേഷൻ ആണ് എനിക്ക് നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. റെഡിയല്ലേ? ആ ഒരു എനർജി കാണുന്നില്ലല്ലോ. റെഡിയല്ലേ? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ബാക്കിയുള്ളവർക്ക് എന്താ എനർജി ഇല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷന് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ചിലപ്പോൾ ഇതുവരെ മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാകും. ആക്ച്വലി നമ്മൾ ഒരു ധ്യാനം എന്നുള്ളതാണ് മെഡിറ്റേഷന്. നമ്മൾ നമ്മുടെ സെൽഫിനോട് തന്നെ സംസാരിക്കുക, നമ്മളുടെ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചിട്ട്, ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലേക്ക് അവയർനെസ് കൊടുത്തിട്ട് നമ്മളുടെ ചിന്തകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്നുള്ളത്. ചിലപ്പം ഫസ്റ്റ് ടൈം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. കാര്യം നമുക്ക് നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചിന്തകൾ കുറച്ച് സമയം, നിങ്ങളുടെ മൈൻഡിനെ കുറച്ച് സമയം കൊണ്ടുപോവാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിന്തകൾ കടന്നു വരും. സോ അതൊന്നും വിഷയമല്ല, നിങ്ങൾ അതിനെ കൂടുതൽ പ്രഷർ ചെയ്യുക ഒന്നും വേണ്ട. ഞാൻ എന്താണോ പറയുന്നത് അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, മാക്സിമം സറണ്ടർ ആയിട്ടിരിക്കുക. അതായത് ഞാൻ പറയുന്നത് കേട്ട് അതിനോടൊപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു വിസ്ഡം ടോക്ക് ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കും, പിന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ആക്ടിവിറ്റി തരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇത്. നിങ്ങൾ റെഡിയാണോ? എനർജി ആയിട്ട് പുറത്തേക്ക് വരട്ടെ. റെഡിയാണോ? ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മെഡിറ്റേഷൻ നമ്മൾ കണ്ണടച്ചിട്ടാണ് ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുക്കാം. മൂക്കിലൂടെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വായിലൂടെ പുറത്തേക്ക് വിടാം. ഓക്കെ, വെരി ഗുഡ്. ഒരിക്കൽ കൂടെ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാം. ഓക്കെ, ഇനി എൻ്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കാവുന്നതാണ്.
ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകളും എല്ലാം അടച്ചിട്ട് നല്ല റിലാക്സ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇരിക്കാവുന്നതാണ്. നിങ്ങളിപ്പോ മെഡിറ്റേഷനിലേക്ക് കടക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ അഗാധതയിലേക്ക് മെല്ലെ റിലാക്സ് ചെയ്ത് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒരു ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. ശ്വാസം ഉള്ളോട്ടെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശ്വാസം ഉള്ളോട്ടെടുക്കും തോറും പ്രപഞ്ച ശക്തിയിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരു പോസിറ്റീവ് ഹീലിംഗ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജി സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശമായി നിങ്ങളുടെ ശരീരമാകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രകാശത്തോടൊപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. നല്ല ചിന്തകൾ, നല്ല സങ്കല്പങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ എല്ലാം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുകയാണ്. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടേതായ താളത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദനയോ പ്രയാസമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്വർണ്ണപ്രകാശം ആവരണം ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുന്നതായിട്ട് അനുഭവിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതും ഉള്ളിലേക്ക് എടുക്കുന്നതും എല്ലാവിധ നെഗറ്റീവ് വികാരങ്ങളും പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതും ഈ പ്രപഞ്ചത്തിലുള്ള സകലവിധ നന്മകളും നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ശ്വാസത്തോടൊപ്പം മൂക്കിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശേഷം ആ എനർജി കംപ്ലീറ്റ് നിങ്ങളുടെ ബോഡിയിലുള്ള ഓരോ കോശങ്ങളിലേക്കും കടന്നു ചെന്ന് നിങ്ങൾ വല്ലാത്തൊരു വൈബ്രേഷനിലേക്ക്, വല്ലാത്തൊരു എനർജിയിലേക്ക് ഭൂമയുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവിധ നെഗറ്റീവ് എനർജികളും, നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യം, വാശി, പക, തെറ്റായിട്ടുള്ള പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ടും പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ നല്ല ഉന്മേഷവും ഊർജവും നിങ്ങളുടെ ശരീരമാകെ പടരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവിധ നെഗറ്റീവ് വികാരങ്ങളും നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് പോയി അലിഞ്ഞില്ലാതാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം വീണ്ടും ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ യുവത്വം, നിങ്ങളുടെ കൗമാര കാലഘട്ടത്തിലുള്ള നിങ്ങളുടെ ആ ഒരു എനർജി, ആ ഒരു ഊർജ്ജസ്വലത നിങ്ങൾക്ക് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിട്ട് അനുഭവിക്കുന്നുണ്ട്. സ്വർണ്ണപ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ ആകമാനം ആഗിരണം ചെയ്യുന്നതും നിങ്ങൾ കൂടുതൽ കൂടുതൽ എനർജൈസ്ഡ് ആവുന്നതും നിങ്ങളുടെ സ്വപ്നങ്ങള്, നിങ്ങളുടെ ആഗ്രഹങ്ങള് നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങള്, നിങ്ങൾ അഗാധമായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങള്, നിങ്ങളുടെ വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ വിജയം, അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എന്താണോ ജീവിതത്തിൽ ആകാൻ ആഗ്രഹിച്ചത്, എന്തെല്ലാം നേടാനാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, അതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതെല്ലാം നേടിയെടുക്കാനുള്ള ഊർജ്ജസ്വലത, അതെല്ലാം നേടിയെടുക്കാനുള്ള ഇന്നർ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയാണ്. അപാരമായിട്ടുള്ള ഇന്നർ പൊട്ടൻഷ്യലോട് കൂടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണിട്ടുള്ളത്. നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ ദൈവം നിങ്ങളെ എല്ലായ്പ്പോഴും സദാസമയം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവൻ നിങ്ങൾക്ക് ഒരുപാട്
അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ നൽകിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. കുറച്ച് സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു സക്സസ് ആയിട്ടുള്ള ആ ഒരു ജീവിതത്തെ കുറിച്ചിട്ട് ആലോചിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി മെല്ലെ നമുക്ക് മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വരാവുന്നതാണ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഒരു ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മൂക്കിലൂടെ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, നല്ല എനർജൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് ശരീരത്തിലേക്ക് മൊത്തത്തിൽ ആ ഒരു എനർജി പമ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ശേഷം നിങ്ങളുടെ വായിലൂടെ പതിയെ നിങ്ങൾക്ക് ആ ഒരു ശ്വാസത്തെ റിലീഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് മെല്ലെ കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. വേണം എന്നുണ്ടെങ്കിൽ കൈകൾ തമ്മിൽ കൂട്ടിത്തിരുമ്മി കണ്ണിന്റെ പുറം വെച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. തിരിച്ചു വന്നവരൊക്കെ എന്താ ചെയ്യാ, വീഡിയോ മോഡിൽ തന്നെ തിരിച്ചു വരിക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ വീഡിയോ മോഡിൽ വരിക. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഹൗ ഈസ് ദ എക്സ്പീരിയൻസ്? ഹൗ വാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഇന്ററാക്ഷൻ ആണ് നമ്മളുടെ ഈ ഒരു സെഷനെ മുന്നോട്ട് നയിക്കുന്നത്. സോ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വോയിസിൽ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ചെയ്താലും മതി. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഇന്ററാക്ഷൻ നടത്തിയാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഈ സെഷനിൽ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സെൽഫിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാര്യം നമ്മൾ പരസ്പരം അറിയാത്ത ആളുകളാണ്. നമ്മൾ ഇനി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ് അല്ലെ. പരസ്പരം ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളതും ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നത് അതൊന്ന് പറയാം. റെഡി അല്ലേ? ഓക്കെ, റെഡി. ഗുഡ്. എന്നാ ഫസ്റ്റ് ആര് ചെയ്യും? ഓക്കെ, എൻ്റെ പേര് ഹന ഫാത്തിമ. ഞാൻ ഇനി 10th ഞാൻ ഇവിടെ മുതുവറം, കൊണ്ടോട്ടി, മുണ്ടകുളം ആ ഒരു ഏരിയയിലാണ് എൻ്റെ വീട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്നത് HYHS സോളോട്ടൂർ എന്ന് പഠിക്കുന്ന എന്ന പേരുള്ള സ്കൂളിലാണ്. പിന്നെ എൻ്റെ ഹോബി എന്ന് പറയുന്നത് പാട്ടുകള്, എന്താ പറയാ, പാടുക, എന്നുവെച്ചാൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ പാടുക. പിന്നെ ക്രാഫ്റ്റിങ്, ബോട്ടിൽ ആർട്ട്, അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ഒരു ഡോക്ടർ എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്നുള്ളത്. പിന്നെ ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ഹന. ആൻഡ് നെക്സ്റ്റ് ആരാണ്? ഓക്കെ,
നിഹില നിത. എന്റെ പേര് ഫാത്തിമ. ഞാന് ഇനി +2 +1 കഴിഞ്ഞ് നിൽക്കാണ്. എന്റെ വീട് വയനാട് കൊലക്കൽ ഭാഗത്താണ് വരുന്നത്. മാമിന്റെ ഒരു മെന്റി കൂടിയാണ് ഞാന് ഇപ്പൊ ഒരു 1 ഇയറോളായി മാമിന്റെ മെന്റിങ് എടുത്തിട്ട്. അൽഹംദുലില്ലാ നല്ല മാറ്റമുണ്ട്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണം, മാമിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ഈ ഒരു ക്ലബ് അതിനോട് എല്ലാവർക്കും ഇതിലൂടെ കഴിയട്ടെ. എന്റെ പേര് നിത. താങ്ക് യു വെരി മച്ച് നിത. വോയിസ് കട്ടാവുന്നുണ്ടല്ലോ. ഞാൻ പയ്യനാട് ചോരക്കൽ. എന്റെ പേര് നിത. ഞാൻ നീലയുടെ സിസ്റ്ററാണ്. പയ്യനാട്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. വോയിസ് ക്ലിയർ ആവുന്നില്ല. എനിവേ ഓക്കെ, താങ്ക് യു വെരി മച്ച് നിഹില ആൻഡ് നിത. നിഹില ഒരു മെൻഷൻ കൂടിയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ഷാമിയ. എന്റെ പേര് ഷാമിയ. ഞാനിനി 6ാം ക്ലാസ്സിലോട്ടാണ്. GHSS നെല്ലിക്കുത്തിലാണ് പഠിക്കുന്നത്. എന്റെ വീട് വന്നിട്ട് നെല്ലിക്കുത്ത് തന്നെയാണ്. എന്റെ ഹോബി ക്രാഫ്റ്റിംഗ് തന്നെയാണ്. എനിക്കൊരു ടീച്ചർ ആവണം എന്നുള്ളതാണ് എന്റെ ഒരു ആംബിഷൻ. ഓക്കെ, വെരി ഗുഡ് ഷാമിയ. ആൻഡ് നെക്സ്റ്റ് റന. റെഡിയാണോ? എന്റെ പേര് റന. ഞാൻ ഇനി 10th സ്റ്റാൻഡേർഡിലേക്കാണ്. ഞാൻ പന്തല്ലൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്റെ വീട് നെല്ലിക്കുത്താണ്. ഓക്കെ, താങ്ക് യു റന. ദെൻ ഇതിൽ റെഡ്മി നോട്ട് 7 Pro എന്ന പേരിലുള്ള ആള്. എൻ്റെ പേര് സഫാന. ഞാൻ മംഗളന്റെ വീട്. ഇനി 10th സ്റ്റാൻഡേർഡിലേക്കാണ്. പിന്നെ ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻസോടെയാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് നല്ല മൊമെന്റ്സ് കിട്ടുന്ന നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, ദെൻ ഫാത്തിമ റുബ. ഫാത്തിമ റുബ ഓൺലൈനിൽ ഇല്ല. എന്റെ പേര് ഫാത്തിമ റുബ. ഞാന് HMHS മഞ്ചേരിയിലാണ് പഠിക്കുന്നത്. എന്റെ വീട് വയനാട് ചോലക്കൽ. നിഹില പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കൂടിയത്. ഓളെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നല്ലതാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരുപാട് സന്തോഷം. ശേഷം ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ളവരും കൂടി വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സെറ്റ് ആവുമായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്നെ ചിലപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും, ചിലപ്പം അറിയാത്ത ആളുകൾ ഉണ്ടാവും. എന്റെ പേര് തസ്നീം ഇസ്റ്റിയ. ഞാനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈൻഡ് പവർ ട്രെയിനർ ആണ്. ഇപ്പം ടീനേജ് എംപവർമെന്റ് കോച്ചായിട്ടും അതുപോലെ സ്ട്രെസ് ഹാക്കർ ആയിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പം ADN ടോക്സ്, കാലിക്കറ്റിലെ ADN ടോക്സ് എന്ന് കേട്ടിട്ടുണ്ടാകും. അവിടെ നിന്നാണ് ഞാൻ സർട്ടിഫൈഡ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. സോ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ഇയേഴ്സിൽ നമ്മൾ ടീനേജേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള ഇന്ററാക്ഷനും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും യൂസ്ഫുൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്താനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാന് എന്റെ ജീവിതത്തില് എന്റെ കൗമാര കാലഘട്ടം പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞു, ഒട്ടും യൂസ് ആക്കാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ എന്റെ ജീവിതം കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും എനിക്ക് അറിയുന്നുണ്ടായില്ല ഞാൻ ചെയ്യുന്നത് നല്ല കാര്യം അല്ലെങ്കിൽ എന്റെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്, അത് എന്റെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും എന്നുള്ളതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനിപ്പോ എന്റെ കൗമാര കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും
എനിക്ക് ഇപ്പം നിലവിൽ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു യാതൊരു കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു പോയിന്റിലാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ എന്റെ കൗമാര കാലഘട്ടം എങ്ങനെയാണോ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ റിസൾട്ട് ആണ് ഇപ്പം എനിക്ക് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈൻഡ് പവർ ട്രെയിനർ ആയിട്ട്, ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നിട്ട് ഒരു മൈൻഡ് പവർ ട്രെയിനർ ആയിട്ട്, അതും ഗ്ലോബലി സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ കൗമാര കാലഘട്ടം ഞാൻ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയത് കൊണ്ട് തന്നെയാണ്. അപ്പം ആക്ച്വലി ഞാനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈൻഡ് ട്രെയിനർ ആയിരുന്നു, മൈൻഡ് പവർ ട്രെയിനർ ആയിരുന്നു. അപ്പം നമ്മള് എല്ലാ ആളുകളെയും ഫോക്കസ് ചെയ്തിട്ടാണ് ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ പല കൗമാരക്കാരായ എന്റെ മക്കളിലും കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മുടെ സമയത്തെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയാണ്. നമ്മൾ സമയം വേസ്റ്റ് ആക്കുക എന്ന് പറഞ്ഞത് വെറുതെ സമയം കൊണ്ട് കളയുക എന്നുള്ളതല്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ്, നമ്മുടെ ലൈഫിൽ യൂസ്ഫുൾ അല്ലാത്ത പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം വെറുതെ യൂസ്ഫുൾ അല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ കൗമാര കാലഘട്ടം വെറുതെ കളയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിന് നമ്മൾ വില പറയുക തന്നെ ചെയ്യേണ്ടി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, നമ്മുടെ വസ്ത്രത്തിന് നമ്മൾ വില പറയേണ്ടി വരും, നമ്മുടെ ഭക്ഷണം, വസ്ത്രം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വില പറയേണ്ടി വരും നമ്മൾ സൃഷ്ടാവിന്റെ പക്കൽ നാളെ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ നമ്മുടെ സമയത്തിനും നമ്മൾ എന്ത് പറയേണ്ടി വരും, വില പറയേണ്ടി വരും. അത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെങ്കിൽ അതിന്റെ ആ ഒരു സീരിയസ്നെസ് എത്രത്തോളം എന്നുള്ളത് പലപ്പോഴും നമ്മളൊന്നും ചിന്തിക്കാറില്ല, നമ്മുടെ സമയത്തിന്റെ വാല്യൂ എന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. കാര്യം ഞാന് വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഓക്കെ, എന്റെ കൗമാര കാലഘട്ടത്തില് അതായത് എന്റെ സ്കൂൾ ടൈമില് ഞാൻ സമയം എനിക്കന്ന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യായിരുന്നു, എന്റെ തീരുമാനത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യായിരുന്നു. എന്നെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണരുത് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, നമ്മുടെ അധ്യാപകരുണ്ടാവും, നമ്മുടെ ചുറ്റിലും പല ആളുകളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവരൊന്നും നമ്മളെ സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തുന്നവരോ നമ്മളുടെ ജീവിതത്തിന്റെ സന്തോഷം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയെ തടഞ്ഞു നിർത്തുന്ന ആളുകളോ ഒന്നും അല്ല. അവരുടെ അനുഭവങ്ങളിൽ നിന്നിട്ടും അവരുടെ പാഠങ്ങളിൽ നിന്നിട്ടൊക്കെ അവര് നമ്മളെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അതിൽ ചിലപ്പോൾ പല തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. അതൊന്നും വിഷയമല്ല. നമുക്ക് നമ്മളിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്ക് നമ്മളിൽ വിജയിക്കണം എന്നുള്ള അഗാധമായിട്ടുള്ള ഒരു ഉൾവിളി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ചുറ്റിലുള്ള എല്ലാവരെയും എല്ലാ ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് ഉയരാൻ പറ്റും. പക്ഷെ നമ്മളായിട്ട് നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് ഉയരുന്നില്ല, നമ്മളായിട്ട് നമ്മളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വേസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആഫ്റ്റർ ദ മാരേജ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ 20 ഏജ്, 20ാമത്തെ വയസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ 20 വയസ്സ് ഒരു ആവറേജ് ഏജാ പറയുന്നത്. ഒരു 20 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞാണ് അല്ലെ, നമ്മുടെ ഉമ്മക്കും ഉപ്പക്കൊക്കെ നമ്മൾ കുട്ടികളായിരിക്കും. ആഫ്റ്റർ ദ 20 എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നമ്മൾ മാരേജ് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി സംബന്ധമായിട്ട് നമ്മൾ ബിസി ആയിട്ടുണ്ടാവും. നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു പ്രായമാണ് ആഫ്റ്റർ ദ 19 or 20 എന്നൊക്കെ പറയുന്നത്. ആ സമയത്തിന് ശേഷം നമ്മൾ പിന്നെ ബിസി ആവും. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മൾ പല ആളുകൾക്കും കൊടുക്കേണ്ടി വരും. നമ്മള് മാരേജ് കഴിയാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാരന്റ്സ്, നമ്മുടെ ഇൻലോ പാരന്റ്സിന്, അതുപോലെ നമ്മുടെ പാർട്ട്നേഴ്സിന്, നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്ക്, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ മാറ്റി വെക്കും. പിന്നെ നമുക്ക് മക്കളായി കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കേണ്ടി വരും. ഇതൊന്നും വലിയൊരു ഉത്തരവാദിത്തമാണെങ്കിൽ വലിയൊരു ഭാരമാണ് എന്നല്ല പറയുന്നത്. ഒരിക്കലും ഇതൊന്നും ഭാരമല്ല. ഇതൊക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ റൂട്ട്, അതായത് നമ്മളുടെ അടിത്തറ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആക്കി വെക്കണം. ഈ അടിത്തറ ക്ലിയർ ആക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ആഫ്റ്റർ ദ 20 ഏജ് വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല.
നമ്മൾ അടിത്തറ സ്ട്രോങ് അല്ല, അടിത്തറ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും. സോ നമ്മുടെ അടിത്തറ, നമ്മുടെ ബേസ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അത് ബിഫോർ ദ 20 ആണ്. സോ ഈ ബിഫോർ ദ 20 നമ്മളുടെ സമയത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല്, ഇപ്പം ആഫ്റ്റർ ദ 20 എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്റെ സമയം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ഒരുപക്ഷെ ആ സമയം മാറ്റി വെക്കാന് ഞാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോ ഇന്നും ഒരു സാധാരണ വീട്ടമ്മയായിട്ട് വീടിന്റെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു ആഫ്റ്റർ ദ 20 എനിക്ക് കിട്ടിയിട്ടുള്ള വളരെ ചുരുങ്ങിയ സമയം, ഐ മീൻ ഒരു 1 hour 2 hour മാത്രമാണ് എനിക്ക് എന്റെ സെൽഫിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെക്കാനുണ്ടാവുക. ബാക്കിയുള്ളതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്റെ എനർജിയും എന്റെ സമയത്തെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ബാക്കി കിട്ടുന്ന 1-2 മണിക്കൂറിലാണ് ഞാൻ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ ശ്രമിച്ചപ്പോ, ഞാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയത്. ഞാനിപ്പോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നല്ല പറയുന്നത്, പക്ഷെ ഇപ്പം ഞാൻ നിൽക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുള്ളത് ആ സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തപ്പോഴാണ്. സോ ആ ഒരു ആഫ്റ്റർ ദ 20 ഏജിൽ ഞാൻ ബിസി ആവുന്ന സമയത്ത് എനിക്ക് എന്റെ സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കി അപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു പക്ഷെ ഞാൻ ബിഫോർ ദ 20 എങ്ങനെയാണോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ എഫക്റ്റ് ആയിരുന്നു. ഞാൻ പറയുന്ന മൊത്തത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ സമയത്തിന്റെ വാല്യൂ. ഇപ്പം ഈ കൗമാര കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ഈ ഒരു സമയത്തിന്റെ വാല്യൂ, അത് ഇതിന്റെ ചുറ്റിലുള്ള പല കൗമാരക്കാരായ കുട്ടികളും മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അത് വേസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ് മുതലാണ് എനിക്ക് കൗമാരക്കാരായ കുട്ടികളുടെ സമയത്ത് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റണം, അവരുടെ ഗോൾ ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അവരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥക്ക് വേണ്ടിയിട്ട് അവരെ സഹായിക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ മുതലാണ് ഞാൻ ടീനേജ് കോച്ചിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് പല കാര്യം ലേൺ ചെയ്യേ. ഒറ്റ മിനിറ്റ്. ഓക്കെ, കൗമാരക്കാരായിട്ടുള്ള അവരുടെ സമയത്തെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടീനേജ് കോച്ച് എന്നുള്ള ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. സോ നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനി ഒരു 1 year ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ വേണം. കാര്യം നിങ്ങളുടെ കൊളാബറേഷൻ ആണ്. നിങ്ങൾ എത്രത്തോളം സഹകരിക്കുന്നുണ്ടോ, നിങ്ങൾ എത്രത്തോളം ഈ ഒരു 1 year ജേർണി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടീംസ് ക്ലബിൽ നിന്നിട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ വെറുതെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ള രീതിയിലൊന്നും ചിലപ്പം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടോ കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ തരുന്ന വർക്കുകൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ക്ലാസ്സുകളും സെഷൻസ് ഒക്കെ വെക്കുന്ന സമയത്ത് അതിൽ വേണ്ട രീതിയിൽ ഇന്ററാക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നിഖില പറഞ്ഞ പോലെ നമ്മളുടെ ഒക്കെ ഉള്ളില് നമുക്കൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു മിറാക്കിൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. അതിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആവണം. അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആവണം. അതിന് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. റിസ്ക് മീൻസ് വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ട് റിസ്ക് എടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ സെൽഫിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങോട്ട് പോ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റണം, നമ്മളുടെ മനസ്സ് ഇങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ ഇങ്ങോട്ട് പോകാൻ പറ്റണം. അല്ലാതെ ഓക്കെ എനിക്കിപ്പം ആ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ആ സമയത്ത് ഞാൻ റീല് കാണാതിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ വേറെ എന്തെങ്കിലും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ വെറുതെ ഒരു 1 hour ഒക്കെ വെറുതെ എന്തിനാ സമയം കളയുന്ന എന്നൊരു രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്നും കിട്ടൂല. അതല്ല, ഒരു കുറച്ച് സമയം ഞാൻ എന്റെ സെൽഫിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1 year കഴിയുമ്പോൾ ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു സംഗതി, ഒരു മാജിക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ മുന്നേ വോയിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം
പേയ്മെന്റോട് കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു ഇയർ നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാ സ്റ്റുഡൻസിലേക്കും എല്ലാ കൗമാരക്കാരായ കുട്ടികളും ഇത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഒരു 1 ഇയർ ജേർണി നമ്മൾ നടത്തുന്നത്. അപ്പം അത് വാല്യൂ കുറച്ച് കാണാതെ അത്യാവശ്യം നല്ല പേയ്മെന്റിൽ ചെയ്യുന്ന പല സെഷൻസും ആണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. അപ്പം അതിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പം ബോറായിട്ട് തോന്നും, കാര്യം നമ്മൾ മൈൻഡ് പവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന്റെ പല തലങ്ങളെ കുറിച്ചിട്ടും താളങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും, എന്തിനാ ഇത് ചെയ്യുന്നത്, ഇതിലിപ്പോ എന്തിരിക്കും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും, ഒരു പ്രോസസ്സിംഗ് നിങ്ങളുടെ ഉള്ളിൽ നടക്കും. സോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നിഖില. ആളുടെ ജീവിതത്തിൽ മിറാക്കിൾസ് ഉണ്ടായി എന്നുള്ളതും ആളത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. ആൾക്കത് അത്രയും കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആള് സറണ്ടർ ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരുന്നതും ആ സറണ്ടർ ആയിട്ട് ആള് നമ്മളോടൊപ്പം ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇരുന്നതുകൊണ്ടാണ് ആൾക്ക് ആ ഒരു മിറാക്കിൾ നേരിടാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നേടിയെടുക്കാൻ പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സറണ്ടർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മെന്റർ ഉണ്ടായത് കൊണ്ടാണ് ഒരു പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ആ പറഞ്ഞ സമയങ്ങളിലൊക്കെ ഞാൻ കൗമാര കാലഘട്ടത്തിൽ ഞാൻ പല കാരണങ്ങൾ കൊണ്ട് വിഷമിച്ചിട്ട് വളരെയധികം പ്രയാസപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതം അവസാനിച്ചു പോയി ഇനി അങ്ങോട്ടൊരു പോയിന്റ് ഇല്ല, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടൊരു ലൈഫ് ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു പോയിന്റിൽ എൻ്റെ കൂടെ ഒരു മെന്റർ എനിക്ക് ഉണ്ടായിരുന്നു. സോ ആ മെന്റർ എനിക്ക് നൽകിയിട്ടുള്ള എൻ്റെ ഉള്ളിൽ നൽകിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഒരു പക്ഷെ ഇന്നും ഇന്നെ ഇത്രയും എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സ്കൂളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള പാരന്റ്സോ ചുറ്റിലുള്ള ഒരാളും ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ഒരു മെന്റർ, ഒരു ഗൈഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്. ഇപ്പം എന്റെ ഗൈഡ് ഉണ്ട്, ആള് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു വിത്തൗട്ട് ദ ഗൈഡൻസ്, നമ്മൾ ഗൈഡൻസ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യുന്നതും നമ്മൾ ഒരു ഗൈഡിന്റെ സഹായത്തോടു കൂടി ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ 1 ഇയർ ഒരു വർഷത്തോളം ഓടിയിട്ട് എത്തേണ്ട ഒരു സ്ഥലത്ത് നമുക്കൊരു ഗൈഡ് നമ്മളെ കൂടെ ഉണ്ട്, നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ ഒരു ഗൈഡ് നമ്മളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഗുരു നമ്മളുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമുക്ക് 1 മാസം കൊണ്ട് എത്തപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടി അതാണ്. നമുക്കൊരു ഗൈഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗൈഡ് ആരും ആയിക്കൊള്ളട്ടെ, ആ ഒരു മെന്റർ, നിങ്ങളുടെ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഗുരു എന്ന് പറയുന്നത് ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പാരന്റ്സ് ആവാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം, അതല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആരും ആവാം, അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ നിങ്ങളെക്കാൾ ഇളയ ആളുകളായിരിക്കാം, അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ, ഒരു ഗൈഡ്, ഒരു മെന്റർ, ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് അവരുടെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന, അവരുടെ പരാജയങ്ങളിൽ നിന്നിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന, അവരോട് കാര്യങ്ങൾ ചോദിക്കാനും, നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ നമ്മുടെ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പല സിറ്റുവേഷനിലും നമുക്ക് ഒരു റൈറ്റ് ചോയ്സ് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനെ അങ്ങനെ നല്ലൊരു മെന്റർ, ഒരു ഗുരു ആക്കി കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ, യു ക്യാൻ ചൂസ് ദം. അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഓക്കെ, അവര് ചിലപ്പോൾ നമ്മൾ അപരിചിതമായിട്ട് കണ്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, പല സ്ട്രേഞ്ചേഴ്സും ആയിരിക്കാം, അങ്ങനെ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ബഹുമാനവും സ്നേഹവും ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നുന്ന ഒരു നല്ലൊരു ഗൈഡിനെ, ഒരു മെന്ററെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുക, ശേഷം അവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുരുവിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെ കണ്ടെത്തണം.
ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 1 year ജേർണി അല്ലെ, നമ്മളെ 1 വർഷം കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ 1 മാസം കൊണ്ട് എത്തും നമ്മളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ഗുരുനാഥനെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 1 year ജേർണി ചിലപ്പം 5 yearsോ 10 years ഒക്കെ ആയിട്ട് മാറും. അപ്പം നമ്മൾ കണ്ടെത്തുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. അപ്പം അങ്ങനെ ഒരു മെന്റർ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു മെന്റർ എന്ന് പറയുമ്പോൾ അതൊരു പേഴ്സൺ തന്നെ ആവണം എന്നൊന്നും ഇല്ല. ചിലപ്പോൾ ചില പുസ്തകങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില പ്ലേസസ് ആവാം, ചിലപ്പം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില അക്കൗണ്ടുകളാവാം. പക്ഷെ ആ ഒരു മെന്ററെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ, നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു മെന്റർ, ആ ഒരു ഗൈഡൻസ്, ആ ഒരു പാത്ത് നിങ്ങളെ എന്ത് ചെയ്യുന്നതാവണം, സക്സസിലേക്ക് എത്തിക്കുന്നതായിരിക്കണം. ഒരു മെന്റർ തിരഞ്ഞെടുക്കുക പറയുമ്പോൾ ഓക്കെ നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്, ഓക്കെ അപ്പം കുറെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇതാണ് എന്റെ ഗുരു, ഇവരെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആളെ ഫോളോ ചെയ്തിട്ട് ആൾക്ക് ആ ഒരു കാര്യം ലീഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ ജേർണി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് പോവുക, നിങ്ങളുടെ കോസ്മെറ്റിക്സിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ് പോവുക. അങ്ങനെ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് പോകുന്ന ഒരു ഗൈഡൻസ് ആവരുത്. നിങ്ങളുടെ സക്സസിലേക്ക്, നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഗൈഡൻസ് ആയി മാറണത്. അപ്പം അങ്ങനെയുള്ള നല്ല മെന്റേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, കണ്ടെത്തുക, അവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവുക, ഒരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടാവുക. കാര്യം നമുക്ക് പലപ്പോഴും ഇപ്പൊ ഈ ഒരു കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് വരുന്ന ഒരു സമയമാണ് അല്ലെ. കൺഫ്യൂഷൻസ് വരും, നമ്മൾ ചിലപ്പോൾ പല തെറ്റുകളിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫോൺ അഡിക്ഷന്, അതുപോലെ ലവ് അഫയേഴ്സ്, പിന്നെ അതുപോലെ പല തരത്തിലുള്ള അഡിക്ഷൻസിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കേസ് പറയുമ്പം നമുക്കത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ നമ്മളെ ബാധിക്കും എന്ന് പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ തെറ്റുകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമ്മൾ അതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തപ്പെടാൻ നമ്മളെ കൂടെ ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ പാരന്റ്സ് പറഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യം വരും. ഫോണ് അമിതമായി യൂസ് ചെയ്യേണ്ടെന്ന് നമ്മളെ പാരന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വരും അല്ലെ. എന്തെങ്കിലും പ്രണയോ കാര്യങ്ങളോ നമുക്കുണ്ടെങ്കിൽ അവർ അത് എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യം വരും. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് എതിർക്കുന്നവരോടൊക്കെ ദേഷ്യവും വാശിയും വരും. പക്ഷെ നല്ലൊരു മെന്റർ എന്ന് പറഞ്ഞാല് നമ്മൾ എന്തെങ്കിലും തെറ്റിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് നമ്മളോടൊപ്പം നിന്ന് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അത് നമ്മളിൽ നിന്നിട്ട് ആ ഒരു ഇതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരാളാവണം. ആളെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പം മെന്റർ എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാര്യം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ പല കുട്ടികളും, ആൺകുട്ടികളായിക്കൊള്ളട്ടെ പെൺകുട്ടികളായിട്ടുള്ള സെക്ഷൽ അബ്യൂസസിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതൊന്ന് പുറത്ത് പറയാൻ പറ്റാതെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഈ ഒതുക്കി വെക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിങ്ങനെ ഒതുക്കി വെക്കും, പക്ഷെ ഫ്യൂച്ചറില് നമ്മളൊരു കുടുംബമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് അതിന്റെ പല സൈഡ് എഫക്റ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം അത്തരം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമുക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ, പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ആരെങ്കിലും നമ്മൾ ദ്രോഹിച്ചതായിക്കാരം, ചിലപ്പോൾ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവര്, അങ്ങനെ പല ആളുകളും നമ്മളെ സെക്ഷലി നമ്മളെ നോക്കുകയോ അല്ലെങ്കിൽ നമ്മളെ തൊടുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒതുക്കി വെക്കാതെ, അതായത് നമ്മളെ മനസ്സിൽ കൊണ്ട് നടക്കാതെ അതിന്റെ ഒരു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാ ആളുകളോടൊന്നും ഈ വിഷയം ഒരിക്കലും സംസാരിക്കാൻ പറ്റൂല. പക്ഷെ നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ, ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡിനോട് നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഭാരത്തെ ഇറക്കി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ വിചാരിക്കുന്നത് അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതായിരിക്കും. അങ്ങനെ ആ സൊല്യൂഷൻ ഇല്ല നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പം ആ ആളുകൾ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും.
അപ്പം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അതിലൊരു വിക്റ്റിമായി മാറും. സോ നമ്മൾ വേണ്ടപ്പെട്ട ഒരാളോട് ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഈ ഭൂലോകത്തുണ്ട്. നമ്മൾ വിചാരിക്കും പ്രശ്നത്തിനുള്ള പരിഹാരം ഇല്ല എന്നുള്ളത്, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ല എന്നുള്ളത്. ആക്ച്വലി എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ലോകത്തുണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റിസ്ക് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ചില പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലത് സാക്രിഫൈ ചെയ്യേണ്ടി വരും, ചിലത് നമ്മൾ സഹിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഈ ലോകത്തുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരവും ഉണ്ട്. അത് കണ്ടെത്താനുള്ള ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ചിലപ്പം നമ്മൾ കാണുന്ന പരിഹാരം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളതായിരിക്കും. അത് മരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ആയിട്ടോ അല്ലെങ്കിൽ ടെൻഷനായിട്ട് എല്ലാ ആളുകളോടും മോശമായിട്ട് പെരുമാറുക, ദേഷ്യം കാണിക്കുക, വാശി കാണിക്കുക, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ അത്തരത്തിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും ചിലപ്പോൾ. പക്ഷെ ആക്ച്വലി അതല്ല അതിനുള്ള സൊല്യൂഷൻ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള ഒരു ഇൻപുട്ട് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. സോ ആ വിജയത്തിലേക്കുള്ള ജേർണിയിൽ നമുക്ക് എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാൻ നമ്മൾ റെഡി ആവേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങളൊരു മെന്റർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. സോ അപ്പോൾ അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്ററെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ആളുകളോട് സംസാരിക്കുക. അതൊരു പ്രശ്നമാക്കി വലിയൊരു പ്രശ്നമാക്കി മാറ്റൂല എന്ന് തോന്നുന്ന ആളുകളോട് നിങ്ങൾ സംസാരിക്കുക. കാരണം നമ്മുടെ മനസ്സിലുള്ള പല ചിന്തകളാണ് നമ്മളെ പല രീതിയിലുള്ള തെറ്റുകളിലേക്ക് നയിക്കുന്നത്. ചിലപ്പം ആ ഒരു ഹാബിറ്റ്, ചിലപ്പം ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല്, നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ഒരാൾക്ക് അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പരിഹാരത്തിലൂടെ ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമ്മൾ നിന്ന് പോകും. ഇന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവൂല നമ്മുടെ കൂടെയുള്ളത് പ്രശ്നമാണ്, നമ്മളെ നശിപ്പിക്കുന്ന പ്രശ്നമാണ്, നമ്മളെ പരാജയത്തിലേക്ക് എത്തിക്കുന്ന പ്രശ്നമാണെന്ന് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് അല്ലെ. ചിന്തിക്കുവിൻ, നന്നായിട്ട് ചിന്തിക്കുവിൻ. നിങ്ങളുടെ സക്സസ് എന്താണെന്നുള്ളത്, നിങ്ങളുടെ ജീവിത വിജയം എന്താണെന്നുള്ളത്. അതിലേക്ക് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒന്നിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പോവാതിരിക്കുക. അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്ററെ കണ്ടെത്തുക. ആളിൽ നിന്നിട്ട് കാര്യങ്ങൾ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ബൂം ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക. ഒരിക്കലും നിങ്ങളുടെ കൗമാര കാലഘട്ടം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് മക്കളെ. അത് നിങ്ങളുടെ ശരീരം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും വേസ്റ്റ് ചെയ്യരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ്. ഇനി ഒരു പക്ഷേ ഈ ഒരു 1 year ജേർണിയിൽ കംപ്ലീറ്റ് നിങ്ങൾ കേൾക്കേണ്ടത് ഒരു പക്ഷേ അടുത്ത് കേൾക്കും. ചിലപ്പോൾ എല്ലാ വർഷങ്ങളിലും നിങ്ങൾ ഇത് കേൾക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത് എന്നുള്ളത്. കാരണം അത്രമേൽ വാല്യൂ ഉണ്ട് നിങ്ങളുടെ ശരീരത്തിന്, അത്രമേൽ വാല്യൂ ഉണ്ട് നിങ്ങളുടെ മനസ്സിന്. മനസ്സിലായോ? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ കന്യകത്വം എന്ന് പറയുന്നത്, കന്യകത്വം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുണ്ടാവൂലേ? പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മളുടെ കന്യകത്വം എന്ന് പറയുന്നത് അതിന് അത്രമേൽ വാല്യൂ ഉണ്ട്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതും, ഒരു വിവാഹം നമുക്ക് ഹലാലാക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ പോവുക എന്നുള്ളതൊക്കെ അതിന് അത്രമേൽ വാല്യൂ ഉണ്ട്. ഇത് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഇത്രയും ഡീപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം, ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ന്യൂസുകളും, പല പാരന്റ്സും നമ്മളെ വിളിച്ച് പറയുന്നത്, പല കുട്ടികളും നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള വളരെ പ്രയാസകരമായിട്ടുള്ള പല കേസസുമാണ്. ഇപ്പൊ ഈ ഒരു 1 weekൽ തന്നെ 3-4 കേസുകൾ ഇത്തരം പ്രണയത്തിൽ പെട്ടിട്ടുള്ളതും അല്ലാതെ കസിൻസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അനുഭവിക്കുന്ന കുട്ടികളുടെ കേസുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പറയാനുള്ളത് മക്കളെ, നമ്മളുടെ കന്യകത്വം അതിന് അത്രമേൽ വാല്യൂ ഉണ്ട്, നമ്മുടെ ശരീരത്തിന് അത്രമേൽ വാല്യൂ ഉണ്ട്. സോ അത് നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യുക. മറ്റൊരാൾക്കും നിങ്ങൾ സൂക്ഷിക്കാൻ കഴിയൂല. നിങ്ങളുടെ ഉപ്പക്ക് നിങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഉമ്മക്ക് നിങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് നിങ്ങൾ സൂക്ഷിക്കാൻ കഴിയൂല, നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ നിങ്ങളെ പാർട്ട്ണർ ആവാൻ പോകുന്ന ഒരാൾക്ക് നിങ്ങളെ ഇപ്പൊ സൂക്ഷിക്കാൻ കഴിയൂല. സോ നിങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് നിങ്ങളോട് വളരെ അഭിമാനപൂർവ്വം ഇവിടെ നിന്ന് ആ ഒരു കന്യകത്വത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള
അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പല നമ്മുടെ ഫ്രണ്ട്സുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് എന്റെ കന്യകത്വത്തിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയും പ്രൗഡായിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്നത്. അതിന് അത്രമേൽ വാല്യൂ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. സോ എന്ത് ചെയ്യുക, ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചീത്തയാക്കരുത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ചീത്തയാക്കരുത്. അതല്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തിരുത്താൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ നമുക്ക് തെറ്റ് പറ്റിയില്ല, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, അല്ലെങ്കിൽ ഇത് അടിപൊളിയാണല്ലോ, ഇത് സന്തോഷം കിട്ടുന്ന സംഗതിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തെറ്റിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മളെയാണ്, നമ്മളുടെ ജീവിതത്തെയാണ്. പക്ഷെ ഇപ്പൊ നമുക്കത് മനസ്സിലാവൂല. നമുക്ക് കുറച്ചു കാലം കഴിഞ്ഞ് ഒരു പാർട്ട്ണറൊക്കെ ആയിട്ട് ചിലപ്പോൾ പാർട്ട്ണർ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവൂല, നമുക്കൊരു കുട്ടി ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമുക്ക് നല്ലൊരു ഉമ്മയായിട്ട് തീർച്ചയായിട്ടും നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്താവും, ഫ്യൂച്ചറിൽ ഉമ്മയാവുക തന്നെ വേണം. അപ്പം അത് ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് ഏജിൽ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഉമ്മയാവുക തന്നെ ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് അഭിമാനപൂർവ്വം നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു പാരന്റിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കൗമാര കാലഘട്ടം ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഇപ്പം വേസ്റ്റ് ആക്കി കളയൂലല്ലോ. അതിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പൊ ഉള്ള ഈ ഒരു സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. സോ ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ആക്ടിവിറ്റി ആണ്. ചെറിയൊരു ആക്ടിവിറ്റിയും കൂടെ തന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് പ്രിയപ്പെട്ടിട്ടുള്ള ഒരുപാട് അധ്യാപകർ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ചിലപ്പം ഗുരുസ്ഥാനത്തുള്ള ആളുകളുണ്ട്. ഗുരുസ്ഥാനം എന്ന് പറയുമ്പോൾ വെറും സിലബസുകൾ മാത്രം പഠിപ്പിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ വാല്യൂസും എത്തിക്സ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പക്ഷെ നമ്മൾ അവരെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടാവൂല, അല്ലെങ്കിൽ അവരുടെ വാല്യൂവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവൂല. സോ നിങ്ങൾ ഒരു സ്കൂൾ കാലഘട്ടം തുടങ്ങിയത് മുതൽ ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയം വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള അധ്യാപകരെ കുറിച്ചിട്ട് എഴുതുക. എത്ര അധ്യാപകരുണ്ട്? സോ അവരുടെ പേരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോ പേര് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവരുടെ ഫേസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷന് ജസ്റ്റ് എഴുതുക. അല്ലാന്നുണ്ടെങ്കിൽ പേര് ഓർക്കുന്നവരാണെങ്കിൽ അവരുടെ പേരിടുക. ഇപ്പൊ പേരിടാൻ നിങ്ങൾക്ക് പേര് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അവർക്ക് തോന്നുന്ന ഒരു പേരുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഡൗൺ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള അധ്യാപകരെ ഒരു ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇപ്പം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആണ്. എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം.
എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, രണ്ടുപേര് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവര് ഓക്കെ, 3 പേര്. ഓക്കെ, 3 പേര് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷാമിയെ ചെയ്തോണ്ട് നിൽക്കാണോ? ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് പേരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിൽ നമുക്ക് ഏറ്റവും പ്രധാനം തോന്നുന്ന, എല്ലാ ആളുകളും ചിലപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതായിരിക്കും, അതിൽ പ്രധാനപ്പെട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്ന 3 പേരെ സെലക്ട് ചെയ്യാം. കുറച്ചും കൂടെ നമ്മളായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള, കുറച്ചും കൂടെ നമുക്ക് എന്താ തോന്നുന്ന 3 പേരെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അവർ നമുക്ക് നൽകിയിട്ടുള്ള വാല്യൂ, ആ അധ്യാപകര് അല്ലെങ്കിൽ ആ ഗുരുനാഥന്മാര് നമുക്ക് നൽകിയിട്ടുള്ള വാല്യൂ ഉണ്ടാവും അല്ലെ? എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും നമുക്ക് അവരോട് ആ ഒരു ഇഷ്ടം, ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ തോന്നാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? അവര് നമുക്ക് നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു വാല്യൂ കൊണ്ടായിരിക്കാം. അപ്പം അതെന്താണെന്ന് ജസ്റ്റ് ചിന്തിക്കുക, അത് ജസ്റ്റ് ഒന്ന് എഴുതുക, അവരോട് താങ്ക് യു പറയാം, ആ അധ്യാപകനോട് താങ്ക് യു പറയാം. ഇപ്പം ഫാത്തിമ എന്ന് പറയുന്ന ഒരു ടീച്ചറോടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇമോഷൻ എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു മാം നൽകിയിട്ടുള്ള ആ ഒരു എന്തെങ്കിലും ഒരു വാല്യൂ, മാം അന്ന് ആ ഒരു ക്ലാസ്സിൽ എനിക്ക് നൽകിയിട്ടുള്ള കെയറിങ് കൊണ്ടും, മാം എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ കെയറിങ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ലവ് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള മെച്ചങ്ങള്, അതല്ലാന്നുണ്ടെങ്കിൽ മാം എന്നോട് അന്ന് ആ സമയത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ള വലിയൊരു റിലീഫ് ആയിരുന്നു അത്. അതിന് ഞാൻ മാമിനോട് ഒരുപാട് നന്ദി പറയാണ്. അന്ന് എനിക്ക് മാം നൽകിയിട്ടുള്ള ആ ഒരു പാഠം അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, അതിന് ഞാൻ നന്ദി പറയാണ്. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ട് മാമിനോട് നന്ദി പറയാണ്. താങ്ക് യു മാം. അതോടൊപ്പം ആ മാമിനെ എനിക്ക് നൽകിയിട്ടില്ല എന്റെ സൃഷ്ടാവിനോടും നന്ദി. താങ്ക് യു അല്ല ഫോർ ഗിവിംഗ് ദ പേഴ്സൺ എന്നുള്ള രീതിയിൽ എഴുതുക. അങ്ങനെ ആ 3 പേഴ്സൺസിനെ സെലക്ട് ചെയ്യുക, അവരുടെ വാല്യൂസ്, അവർ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വാല്യൂസ് എന്താന്ന് എഴുതുക, അതിന് നന്ദി പറയുക, അവരോട് നന്ദി പറയുക, സൃഷ്ടാവിനോടും അവരെ നമുക്ക് നൽകിയതിൽ, നമ്മളെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു പിക്ചർ നമുക്ക് നൽകിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നന്ദി പറയാം.
ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഒരാള് കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, രണ്ടുപേര്. ഓക്കെ, രണ്ടുപേര് കഴിഞ്ഞു. ഓക്കെ, 3 പേര്. ഈ അപ്പം എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പൊ സംതിങ് എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പം നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? അപ്പം ഈ ഒരു ഇന്നത്തെ ഒരു കംപ്ലീറ്റ് സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്? ജസ്റ്റ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത്, മെഡിറ്റേഷൻ ചെയ്ത സമയത്ത്, പിന്നെ നമ്മളുടെ ഒരു ടോക്ക്, ഇതിലൂടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ തോന്നിയിട്ടുള്ള ഈ ഒരു 1 hour സെഷനിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയാ. ഇത് ഈ പറയുക എന്നുള്ളത് എനിക്ക് ഫീഡ്ബാക്ക് കേൾക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് നിങ്ങൾക്കുള്ള ഒരു ചാൻസ് ആണ് സംസാരിക്കാനുള്ള. സോ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. ഓക്കെ, സെറ്റ്. അപ്പൊ ആരാ ആദ്യം പറയുന്നത്? മാം ഈ 1 hour ക്ലാസ് ഓക്കെ ഓക്കെ, നിഹില. ഓക്കെ 1 hour ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കേട്ട കാര്യങ്ങളാണെങ്കിൽ കൂടി ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാൻ കഴിയും മൈൻഡിനെ. പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരു ഇമ്പോർട്ടൻസ് ഓഫ് എ മെന്റർ ആണെങ്കിലും ഇത് ഒരട്ടം കേട്ടതാണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ താറായി നിൽക്കുന്നു പറഞ്ഞ അതെ. പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ മെഡിറ്റേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ ഫോക്കസ് കിട്ടിയിരുന്നു. പിന്നെ ലാസ്റ്റ് ചെയ്ത ടാസ്കും കൂടി ആയപ്പോത്തിന് മൈൻഡിന് ഒന്നും കൂടി ഈ ഒരു വൈബിൽ കൂടെ ഒക്കെ നമുക്ക് എന്ന രീതിയിൽ പൊസിഷനിൽ എത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു കാര്യം. ഇത്രയും ആളുകളെ നമ്മളെ ജീവിതത്തിൽ അന്ന് തൊട്ടേ, നമ്മൾ ചെറിയ കാലത്ത് തൊട്ടേ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി പാകപ്പെടുമ്പോൾ ആൾക്കാർ നമ്മളെ അതിനനുസരിച്ച് തന്നെ തെറ്റായ രീതിക്ക് അങ്ങനെ ഒരു ഫീൽ. ഇപ്പോഴാണ് അത്ര ഡീപ്പായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്. താങ്ക് യു സോ മച്ച് മാം. അങ്ങനെ ഒരു കാര്യം നേരത്തെ ഒരു ദിവസം കൊണ്ട് ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു. ഇനി നിത. എന്റെ പേര് നിത, നിലയുടെ അനിത്യാണ്. ഈ ക്ലാസ് ഒരുപാട് ജസ്റ്റ് നിത വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് സംസാരിക്കോ? വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കോ? ആ ഓക്കെ, ജസ്റ്റ് അടിപൊളി. മാം കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. വീഡിയോ ഉണ്ടായ സമയത്ത് നിത സംസാരിച്ചപ്പോ സ്റ്റക്ക് ആയിട്ടാണ് കേട്ടത്. വീഡിയോ ഓഫ് ചെയ്തപ്പോ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. എന്താ നമുക്ക് ഒരു ഗൈഡ് വേണം.
ഓക്കെ, വീണ്ടും സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എന്താ ചെയ്യാ, ഗ്രൂപ്പിലെ എല്ലാ ആളുകളും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. കാര്യം നമ്മളുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു സെഷന്റെ എക്സ്പീരിയൻസും ആ ഒരു എനർജിയും പവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും, ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണേ. വോയിസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക, അല്ലാത്ത ആളുകൾ ടൈപ്പ് ചെയ്തിട്ടെങ്കിലും ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആള്. ഇനി ആരാ ഷെയർ ചെയ്യുന്നത്? ഷാമിയ. ഷാമിയൊക്കെ എന്താണ് ഒരു എക്സ്പീരിയൻസ് ഈ ഒരു 1 hour സെഷനിൽ? എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ക്ലാസ്സിൽ നിന്ന് ഉണ്ടായത്. ഞാൻ ഒരു ടീനേജ് സ്റ്റേജിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ മനസ്സിലാവാത്തുണ്ട്. പക്ഷെ അത് ഇനിയും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ അടുത്തത് ഹന. ഓക്കെ, ഹന. ഫസ്റ്റ് ഒന്നും ഞാൻ മെഡിറ്റേഷൻ തീരാനായപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. മെഡിറ്റേഷൻ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പിന്നെ അതിന് ശേഷം മിസ് മറ്റേ ഗൈഡൻസിനെ കുറിച്ച്, നമുക്കൊരു മെന്ററെ കുറിച്ചാണ് അധികം അതിൽ ടോക്ക് ചെയ്തത്. അപ്പൊ ഒരു മെന്റർ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ലൈഫിൽ ഓരോ കാലഘട്ടവും അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ടീച്ചർ എൻ്റെ മെന്ററായി കൂടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അതിൽ നല്ലൊരു പ്രതീക്ഷ ഞാൻ ടീച്ചറിൽ തന്നെ വെക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് എല്ലാ ഗൈഡൻസും ടീച്ചറിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ വളരെ ഉപകാരപ്പെട്ട ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഇനി റെഡ്മി, ഐ തിങ്ക് ഷഹാന. റെഡ്മി നോട്ട് 7 Pro എന്നാള്. ലൈനിലില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. വളരെ നല്ല സെക്ഷനാണ് ടീച്ചർ. 1 hour ഒന്നും പോയതേ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നല്ല എൻജോയ് ചെയ്ത് ക്ലാസ് കേട്ടിട്ടുണ്ട്. 1 hour ഒക്കെ ഇരുന്നു എന്ന് തോന്നുന്നില്ല. അപ്പൊ താങ്ക് യു. ഒരു മെന്ററിന്റെ ഇമ്പോർട്ടൻസ് ആണ് നല്ലതായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വോയിസ് കട്ടാവുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് മന്തിൽ കാണാം. ഓക്കെ, അപ്പം ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തല്ലോ അല്ലെ? ഇനി മേ ബി ഞാൻ എന്ത് ചെയ്യാം, ഒരു 1 monthലേക്കുള്ള ചെറിയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി തരാം. ചിലപ്പം ഇതന്നെ ആയിരിക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ നല്ല ഡീപ്പായിട്ട് തന്നെ ഗ്രൂപ്പിൽ അറിയിക്കുക. എന്നാലാണ് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ അതിന്റെ ആ ഒരു എനർജി കിട്ടുക. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. പിന്നെ നിങ്ങളുടെ ഒക്കെ ദുആകളിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.